സുവിശേഷൻ ജോൺ കുര്യൻ കോട്ടയം എഴുതിയ ദൈവം എന്നിൽ പ്രസാദിക്കുന്നത് എപ്പോൾ എന്ന പുസ്തകത്തിൽ 21-22 അധ്യായങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേൾക്കുന്നത്. ആദ്യമായി ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്ന വിഷയം സംബന്ധിച്ച് അല്പമായി ചിന്തിക്കുക. വിനയവും താഴ്മയുള്ളവരായിരിക്കുക എന്നത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അതിപ്രധാനമായ മറ്റൊരു വ്യവസ്ഥയാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് 1 പത്രോസ് 5:5 നാം വായിക്കുന്നു. യാതൊരു വ്യവസ്ഥയും കൂടാതെ ദൈവം നൽകുന്നതെന്ന് പറയപ്പെടുന്ന കൃപ പോലും പ്രാപിക്കുവാൻ താഴ്മ ഒരു വ്യവസ്ഥയായി നാം കാണുന്നു. താഴ്മയെ ദൈവം എത്ര വിലയേറിയതും പ്രാധാന്യമുള്ളതുമായി കാണുന്നു എന്നത് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. വിജയകരമായി ജീവിക്കുവാൻ ആവശ്യമായ കൃപ താഴ്മയുള്ളവർക്ക് മാത്രമേ ദൈവം നൽകുകയുള്ളൂ എന്നത് ഖണ്ഡിതമായ വ്യക്തമായ ഒരു പ്രമാണമാണ്. താഴ്മയുള്ളവനായിരിക്കുക എന്നാൽ എനിക്ക് തന്നെ ചെറിയവനായി തോന്നുക എന്നാണ് അർത്ഥം. സ്വന്തം ദൃഷ്ടിയിൽ തന്നെ ചെറിയവനായി തോന്നാത്ത ഒരുവൻ താഴ്മയുള്ളവനല്ല. നമുക്ക് പലപ്പോഴും നമ്മെപ്പറ്റി തന്നെയുള്ള അഭിപ്രായം നാം കഴിവുള്ളവരാണ്, ആത്മീയരാണ്, മാനത്തിന് ബഹുമാനത്തിന് യോഗ്യരാണ് എന്നൊക്കെയാണ്. എന്നാൽ എനിക്ക് എന്നെക്കുറിച്ച് വളരെ ചെറിയ അഭിപ്രായം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞാൻ എന്നെ ഏറ്റവും നിസ്സാരനും യാതൊരു മാനത്തിനും യോഗ്യനല്ലാത്തവനും യാതൊരു ശക്തിയും ഇല്ലാത്തവനുമായി കാണുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് കൃപ തന്നെന്നെ ശക്തീകരിക്കുവാനും സഹായിക്കുവാനും കഴിയുകയുള്ളൂ. ഞാൻ എന്നിൽ തന്നെ എന്തൊക്കെയോ ആണെന്ന വിചാരം എനിക്കുള്ളിടത്തോളം ദൈവത്തിന് എന്നെ സഹായിപ്പാൻ കഴിയുകയില്ല. ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ തന്നെ വലുതായി തോന്നുന്നിടത്തോളം ദൈവകൃപയ്ക്കായി ഞാൻ കൃപാസനത്തിന് അടുത്ത് ചെല്ലുകയില്ല. അങ്ങനെ കൃപ ലഭിക്കാത്ത ഒരു ക്രിസ്തീയ ജീവിതം വിജയകരമായി നയിക്കാനാവാതെ ഞാൻ പരാജയപ്പെടുന്നു. ദൈവത്തിൻ്റെ സകല കൽപ്പനകളെയും അനുസരിക്കുവാൻ മനസ്സുള്ളവനായിരിക്കുക എന്നതാണ് താഴ്മയുടെ യഥാർത്ഥ ലക്ഷണം. ഫിലിപ്പർ 2 കർത്താവിനെക്കുറിച്ച് പറയുന്നിടത്ത് അവൻ തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു, അഥവാ അനുസരണം കാണിച്ചുകൊണ്ട് തന്നെത്താൻ താഴ്ത്തി എന്ന ആശയം നാം കാണുന്നു. എൻ്റെ സ്വന്തം വിവേകം എന്നോട് പറയുന്നത് അനുസരിച്ച് ചെയ്യാതെ ദൈവം പറയുന്നത് ചെയ്യുവാൻ ഞാൻ മനസ്സ് വയ്ക്കുന്നതാണ് താഴ്മയുടെ വ്യക്തമായ ലക്ഷണം. യെശയ്യാവ് 57:15 ദൈവത്തെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു: ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടിയും വസിക്കുന്നു. നോക്കുക, ഉന്നതനായ ദൈവം താഴ്മയുള്ളവരുടെ മനസ്സിന് ചൈതന്യം വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. താഴ്മയുള്ളവനെ ആദരിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ എന്ന് പത്രോസ് നമ്മോട് പറയുന്നു. ഈ താഴ്മ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരുപക്ഷെ നമുക്ക് വിജയകരമായി ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ലഭിക്കാത്തത് നമുക്ക് ഈ താഴ്മ ഇല്ലാഞ്ഞിട്ടായിരിക്കും. ഏതെങ്കിലും പാപത്തിൻ്റെ മേൽ നമുക്ക് വിജയം ലഭിക്കാനാവാതെ നാം കുഴങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ഗർവമായിരിക്കാം. ഓരോ പ്രാവശ്യവും നാം പരാജയപ്പെടുമ്പോഴും കർത്താവേ, നിൻ്റെ കൃപ എനിക്ക് പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം തടസ്സമായി എന്നിൽ കാണുന്ന ഉന്നത ഭാവം എന്താണെന്ന് എന്നെ കാണിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇങ്ങനെ ഓരോ പരാജയത്തെങ്കിലും നമ്മെ തന്നെ വിധിക്കുമെങ്കിൽ വളരെ വേഗം വിജയം നമ്മുടേതായി തീരും എന്നതിന് സംശയമില്ല. വിജയം വരിക്കുവാൻ താമസം നേരിടുന്നതിൻ്റെ അർത്ഥം നമ്മെ താഴ്ത്തുവാൻ സമയം എടുക്കുന്നു എന്നതാണ്. പാപത്തിൻ്റെ മേൽ ജയം നേടുവാനും വിജയകരമായി ജീവിക്കുവാനും എനിക്ക് തന്നെ സാധിക്കും എന്ന് ചിന്തിക്കുന്നത് അഹംഭാവത്തിൻ്റെ വകഭേദങ്ങൾ മാത്രമാണ്. ഈ ചിന്തയിൽ നിന്ന് ഒരു വ്യത്യാസം സംഭവിക്കുവാൻ നാം പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നു. വിജയം സ്വശക്തിയാൽ അസാധ്യമാണെന്ന് നാം പഠിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ നമുക്ക് ഇടയാകുന്നത്. തന്നെത്താൻ താഴ്ത്തുന്നവനാണ് ഉയർത്തപ്പെടുന്നതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നാം വിനയത്തോടെ കഴിവില്ലാത്തവർ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് കൃപാസനത്തിനടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമുക്ക് കൃപ നൽകും. ദൈവം നമുക്ക് ചില വിജയങ്ങൾ നൽകുമ്പോൾ അത് നമ്മുടെ നന്മ കൊണ്ട് അഥവാ കഴിവുകൊണ്ടാണ് സാധിച്ചത് എന്നൊരു നിഗളം നമ്മുടെ ഉള്ളിൽ വരുവാൻ ഇടയുണ്ട്. അത് നാം വളരെ സൂക്ഷിക്കണം. അത് നമുക്ക് വീഴ്ചയ്ക്ക് മുഖാന്തരമാകും. താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്നാണ് ദൈവവചനം പറയുന്നത്. നമുക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്നോർത്ത് ദൈവസേനയിൽ നമുക്ക് വിനയപ്പെടാം. ആ താഴ്മയുടെ മനോഭാവത്തിൽ നാം ജീവിക്കുമെങ്കിൽ വീണു പോകാതിരിക്കാൻ കർത്താവ് സഹായിക്കും. കർത്താവ് ദാനമായി നൽകുന്ന കൃപാവരങ്ങളെക്കുറിച്ച് പലപ്പോഴും നാം അഹങ്കരിച്ചു പോകാറുണ്ട്. ഈ ബന്ധത്തിൽ 1 കൊരിന്ത്യർ 4:7 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിന്നെ വിശേഷിപ്പിക്കുന്നതാർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നതുണ്ട്. യേശുക്രിസ്തുവിനെ യെരുശലേമിലേക്ക് ചുമന്നുകൊണ്ടുപോയ ആ കഴുത ജനങ്ങൾ ആർത്തു വിളിക്കുകയും അതിനു മുമ്പിൽ വൃക്ഷക്കൊമ്പുകൾ വെട്ടിയിടുകയും വസ്ത്രങ്ങൾ വിരിക്കുകയും മറ്റും ചെയ്യുന്നത് കണ്ട് തൻ്റെ എന്തോ പ്രത്യേകത കൊണ്ട് ജനങ്ങൾ തന്നെ ബഹുമാനിക്കുകയാണെന്ന് ചിന്തിക്കുന്നത് എത്ര ഭോഷത്തരമാണോ അത്രയും ഭോഷത്തരമാണ് കർത്താവ് നമ്മിൽ വസിക്കുന്നതിനാൽ നമുക്കുള്ള മാന്യതയെപ്പറ്റി നാം അഹങ്കരിക്കുന്നത്. എന്നാൽ യേശുവിനെ ഇറക്കിയ ശേഷം ഒറ്റയ്ക്ക് മടങ്ങിപ്പോയ ആ കഴുതയുടെ മുമ്പിൽ ആരും വസ്ത്രം വിരിക്കുകയോ ആർക്കുകയോ ചെയ്തില്ല. ആ കഴുതയ്ക്ക് ലഭിച്ച മാന്യത യേശു കർത്താവ് ദാനമായി നൽകിയ മാന്യതയും
താൻ അതിൻ്റെ മേൽ സഞ്ചരിച്ചതിനാൽ ലഭിച്ച മാന്യതയും മാത്രമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന പാവങ്ങളുടെ മേലുള്ള വിജയവും കർത്താവ് ദാനമായി തരുന്നതാണ്. അതിൽ നമുക്ക് അഹങ്കരിക്കുവാനൊന്നുമില്ല. കാരണം ആ വിജയം നാം സ്വയം ഉളവാക്കുന്നതല്ല, ക്രിസ്തു നമ്മിൽ കൂടി തൻ്റെ ആത്മാവിനാൽ പ്രവർത്തിച്ച് നൽകുന്നതാണ്. ഇന്ന് ക്രിസ്തു താഴ്മയുള്ള ഹൃദയങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നാം പുറമേ താഴ്മ ഭാവിക്കാറുണ്ട്. നമ്മുടെ ലളിതമായ വസ്ത്രധാരണം കൊണ്ടോ സൗമ്യമായ രീതിയിലുള്ള നടപ്പുകൊണ്ടോ പുഞ്ചിരി കൊണ്ടോ സംസാരിക്കുന്ന പ്രത്യേക രീതി കൊണ്ടോ താഴ്മയുള്ളവരെന്നും മറ്റുള്ളവരെ ധരിപ്പിച്ചേക്കാം. എന്നാൽ ഹൃദയത്തിൻ്റെ നിലയാണ് യഥാർത്ഥ താഴ്മയ്ക്ക് അടിസ്ഥാനം. പുറമേ വിനയം ഭാവിക്കുമ്പോൾ തന്നെ ഹൃദയം ഗർവിച്ചിരിക്കാം. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ താഴ്മയും വിനയവും കാണുമ്പോഴാണ് നമുക്ക് കൃപ തരുന്നത്. നാം താഴ്മയുള്ളവരാണെന്ന് മനുഷ്യർ ഗ്രഹിച്ചാൽ പോരാ, ദൈവം തന്നെ മനസ്സിലാക്കണം. അപ്പോൾ അവൻ കൃപ നൽകും. ദൈവസന്നിധിയിൽ താഴ്ത്താത്തതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിത പരാജയത്തിനൊരു കാരണം എന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? നമ്മുടെ കഴിഞ്ഞകാല പരാജയങ്ങളുടെ ഓർമ്മ നമ്മെ താഴ്മയുള്ളവരാക്കുവാൻ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന അറിവ് നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മുടെ ബലഹീനതകളെക്കുറിച്ചുള്ള ബോധം ദൈവസേനയിൽ നമ്മെ തന്നെ താഴ്ത്തുവാൻ നമ്മെ സഹായിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലും നമ്മുടെ കഴിവിനാൽ കാര്യം സാധിക്കാം എന്ന ഉന്നത ഭാവം നിമിത്തമാണ് വിജയത്തിനാവശ്യമായ ദൈവകൃപ ദൈവം നമുക്ക് നൽകാത്തതെന്ന് ഗ്രഹിപ്പാൻ നാം മനസ്സുവയ്ക്കുമോ? എങ്കിൽ ദൈവത്തിന് സഹായിപ്പാൻ കഴിയുന്ന ഒരവസ്ഥയിൽ നാം ആകുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും എന്ന് യാക്കോബ് തൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വീഴാം. അവൻ്റെ പാദപീഠത്തിങ്കൽ വീണ് നമ്മുടെ കുറവുകളെ കണ്ട് ദുഃഖിച്ച് കരയാം. എല്ലാ ഉന്നതഭാവവും ഗർവവും നമ്മെക്കുറിച്ച് തന്നെയുള്ള ഉയർന്ന ചിന്തകളും വെടിഞ്ഞ് നമ്മുടെ ഒന്നുമില്ലായ്മ കണ്ട് അവൻ്റെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി, കർത്താവെ നീ ഉയർത്തിയാലല്ലാതെ എനിക്ക് ഉയരുവാൻ കഴിയുകയില്ല എന്ന ആത്മാർത്ഥമായി കർത്താവിനോട് നമുക്ക് പറയാം. അപ്പോൾ അവൻ നമ്മെ ഉയർത്തും, സംശയമില്ല. അനുഗ്രഹത്തിനായുള്ള അഭിവാഞ്ച എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉന്നതമായ തലങ്ങളിലേക്ക് കടക്കുവാൻ നമുക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതിനായുള്ള യഥാർത്ഥമായ അഭിവാഞ്ച. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുമെന്ന് കർത്താവ് മത്തായി 5:6 പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥമായി ദൈവവഴിയിൽ നടക്കുവാനും ദൈവഹിതം പൂർണ്ണമായി ജീവിതത്തിൽ നിറവേറ്റുവാനുമുള്ള അതിയായ അഭിവാഞ്ച ഇല്ലാത്തൊരു വിശ്വാസി ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴമായ അനുഭവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ യാതൊരു സാധ്യതയുമില്ല. മിക്കവാറും വിശ്വാസികൾ തങ്ങൾ നയിക്കുന്ന ചില കുറഞ്ഞതരം ക്രിസ്തീയ ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നവരാണ്. ഇത്രയൊക്കെ ധാരാളം മതി, അല്ലെങ്കിൽ ഇത്രയൊക്കെ സാധിക്കുകയുള്ളൂ എന്നവർ ചിന്തിക്കുന്നു. അതിനാൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് അവർ പറന്നുയരുന്നില്ല. ഉൽപ്പത്തി 28 നിന്ന് യാക്കോബിൻ്റെ ജീവിതം അടിസ്ഥാനമായി ഈ കാര്യം നമുക്ക് ചിന്തിക്കാം. ദൈവം ഇവിടെ യാക്കോബിന് പ്രത്യക്ഷനായി, നീ മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നിങ്ങനെയുള്ള അനുഗ്രഹീത വാഗ്ദത്തം നൽകുമ്പോൾ യാക്കോബ് കേവലം ഭൗതികവും താൽക്കാലികവുമായ കാര്യങ്ങളാണ് അതിനുത്തരമായി പറയുന്നത്. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തരികയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. വാക്യം 20. ദൈവം പറഞ്ഞ ഉന്നതമായ അനുഗ്രഹത്തോടെ യാക്കോബിൻ്റെ പ്രതികരണം നോക്കുക. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, നിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ മറ്റുള്ളവരിലേക്ക് ഒഴുകി നീ മറ്റുള്ളവർക്ക് ആത്മീയ അനുഗ്രഹത്തിന് കാരണക്കാരനായിരിക്കും എന്ന് കർത്താവ് പറയുമ്പോൾ നാം പറയുന്നത്, കർത്താവേ എൻ്റെ ഭൗതിക കാര്യങ്ങളെല്ലാം നന്നായി നടക്കുകയും തക്ക സമയത്ത് ജോലിക്കയറ്റവും ശമ്പള വർധനയും ലഭിക്കുകയും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം അങ്ങ് ശരിയാക്കി തരികയും ചെയ്താൽ ഞാൻ നിന്നെ സേവിക്കാം എന്നാണ്. അതിനേക്കാൾ ഉപരിയായി ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന ആത്മനിറവിൻ്റെ ജയോത്സവത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോ അതിനായുള്ള ദാഹമോ നമുക്ക് പലപ്പോഴും ഇല്ല. എന്നാൽ ഈ യാക്കോബ് ഇസ്രായേലായി മാറ്റപ്പെടുന്ന സന്ദർഭത്തിൽ ഉൽപ്പത്തി 32-ാം അധ്യായം നോക്കുക. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് ദൈവസേനയിൽ വീണ് കിടക്കുന്നത് നാം കാണുന്നു. കഴിഞ്ഞ അനേക വർഷങ്ങൾ ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിക്കുകയും അവയെ പിന്തുടരുകയും ചെയ്ത യാക്കോബിത അതെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണി ജീവിതത്തിൽ സകലത്തേക്കാൾ ഉപരിയായി ദൈവാനുഗ്രഹത്തിനായിട്ട് കെഞ്ചുന്നു. ഹോശേയ 12:4 ഈ സംഭവത്തെക്കുറിച്ച് നാം വായിക്കുന്നത്, അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു, അവൻ ബഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി എന്നാണ്. ദൈവാനുഗ്രഹത്തിനായി അവൻ കരഞ്ഞപേക്ഷിച്ചു. ഇതാണ് യഥാർത്ഥ വിശപ്പും ദാഹവും. ദൈവത്തിനായും അവൻ്റെ അനുഗ്രഹങ്ങൾക്കായും ഇത്തരത്തിലുള്ള ഒരു അഭിവാഞ്ച നമ്മിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ ആഗ്രഹം കാണുവാൻ കഴിയുമോ? ഇന്ന് അനേക വിശ്വാസികൾക്ക് ദൈവവഴികളിൽ നടക്കുവാനുള്ള ഒരു സാധാരണഗതിയിലുള്ള താല്പര്യം മാത്രമാണുള്ളത്. ആത്മീയനായി ജീവിക്കുന്നത് കൊള്ളാം, സാധിച്ചാൽ അതൊരു നല്ല കാര്യമാണ് എന്നതാണ് മിക്കവരുടെയും നിലപാട്. എന്നാൽ ആ ആഗ്രഹം കേവലം നാമമാത്രമായതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ സാധിച്ചാൽ കൊള്ളാം, സാധിച്ചില്ലെങ്കിലും സാരമില്ല എന്നാണ് അവരുടെ ചിന്താഗതി. ഏതു നിലയിലെങ്കിലും എന്ത് വില കൊടുത്തും ജീവിതത്തിൽ സർവ്വത്തിലും ഉപരിയായി സാധിക്കേണ്ട ഒരു കാര്യമാണിത് എന്നവർ കരുതുന്നില്ല. ദൈവം പൂർണ്ണ ഹൃദയത്തോടെ തന്നെ അന്വേഷിക്കുന്നവർക്കാണ് പ്രതിഫലം നൽകുന്നത്.
മേൽപ്പറഞ്ഞ പ്രകാരം പകുതി മനസ്സോടെ അന്വേഷിക്കുന്നവർക്കല്ല. ആത്മീയമായി ഉയർന്നു ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ആ പ്രസ്താവന ശരിയല്ല. യഥാർത്ഥത്തിൽ ദാഹിക്കുന്നവർക്ക് തൃപ്തി തരാമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടും കർത്താവ് തൃപ്തി തന്നില്ല എന്ന് പറയുന്നത് കേവലം അസത്യം മാത്രമായിരിക്കും. ആരെല്ലാമാണ് പൂർണ്ണ ഹൃദയത്തോടെ ആഗ്രഹിക്കുന്നവർ എന്ന് തിരിച്ചറിയുന്ന കർത്താവ് അങ്ങനെയുള്ളവരെ തൃപ്തിപ്പെടുത്തും. നാം ആത്മീയമായി ഉയർന്നിട്ടില്ലെങ്കിൽ ഉയരുവാൻ യഥാർത്ഥമായി നാം ആഗ്രഹിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. എല്ലാ മനുഷ്യരും തങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന അത്രയും ആത്മീയരാണ്. അതിലൊട്ടും കൂടുതലല്ല കുറവുമല്ല എന്നാരോ പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ്. എൻ്റെ ആത്മീയ ദൈവത്തോടൊത്ത് ജീവിക്കാൻ നാം ആഗ്രഹിക്കുന്നു എന്ന് പാട്ടിലും പ്രസംഗത്തിലും ഒക്കെ നാം പറയുന്നുണ്ടെങ്കിലും അത് വാസ്തവത്തിൽ യഥാർത്ഥമായ ആഗ്രഹമാണോ? ദൈവത്തിനായും അവൻ്റെ വഴികളിൽ നടക്കുന്നതിനായും ഉള്ള വലിയ വാഞ്ച വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടോ? ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന നാം അതിനായി പ്രായോഗികമായി എന്ത് ചെയ്യുന്നുണ്ട്? ദൈവവചനം പഠിക്കുവാനും ദൈവസന്നിധിയിൽ ഇരിക്കുവാനും നാം സമയമെടുക്കുന്നുണ്ടോ? ആത്മീയമായി ഏറ്റവും ഉയർന്ന നിലയിൽ ജീവിക്കേണ്ടതിന് നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യുവാൻ കഴിയുന്ന സകല കാര്യങ്ങളും നാം ചെയ്യുന്നവരാണോ? ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും എന്ന് യാക്കോബ് 4:8 നാം വായിക്കുന്നു. നാം ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ യഥാർത്ഥമായി ആഗ്രഹിച്ച് ഒരു ചുവട് വയ്ക്കുമ്പോൾ ദൈവം നമ്മുടെ അടുക്കലേക്ക് 1000 ചുവട് വയ്ക്കും എന്നോർക്കുക. നാം ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവം നമ്മോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ നില എങ്ങനെ ഇരിക്കുന്നു എന്ന് പരിശോധിക്കുവാൻ നമുക്ക് ഈ സമയമെടുക്കാം. നമ്മുടെ വ്യക്തിപരമായ ആത്മീയ മാന്യത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെ ഏറ്റെടുക്കാം. ഞാൻ വാസ്തവമായി വിശക്കാഞ്ഞിട്ടും ദാഹിക്കാഞ്ഞിട്ടുമാണ് ഇത് സാധിക്കാതിരുന്നതെന്ന് മനസ്സിലാക്കാം. വളരെ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതിരുന്ന ഒരാൾ ഭക്ഷണത്തിനായി എങ്ങനെ വിശക്കുമോ, വളരെ ദിനങ്ങളായി വെള്ളം കിട്ടാത്ത ഒരു മനുഷ്യൻ ഒരു തുള്ളി വെള്ളത്തിനായി എങ്ങനെ ദാഹിക്കുമോ, അതുപോലെ നമുക്ക് ദൈവവഴിയിൽ നടക്കുവാനും വിശക്കുകയും ദാഹിക്കുകയും ചെയ്യാം. കർത്താവേ, ലോകത്തിലെ മറ്റെന്തിനേക്കാൾ ഉപരിയായി ഞാനിത് ആഗ്രഹിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു കാര്യം എനിക്കിനി സാധിക്കാനില്ല എന്ന് ദൈവം മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അവൻ നമ്മെ തൃപ്തരാകും. ഈ ആഗ്രഹം നമ്മളില്ലെങ്കിൽ ഇങ്ങനെയൊരാഗ്രഹം നമുക്ക് ലഭിക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. അപ്പോൾ ദൈവം നമുക്ക് നൽകും.